പോകാൻ ആർക്കല്ലേ ഇഷ്ടമില്ലാത്ത ഒരു ദിവസത്തെ വൈകുന്നേരമാണ്. ഞാനും മക്കളും ഏട്ടനും പിന്നെ ചേച്ചീൻ്റെ 2 മക്കളും കൂടി പോയതാണ്. അപ്പോൾ എല്ലാവരും കൂടി കടൽ തീരത്ത് പോയി കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയതാണേ. അപ്പോൾ നമ്മൾ പോയ സമയം ആക്ച്വലി കടൽ കുറച്ച് ഉൾവലിഞ്ഞ സമയം, അതായത് വേലി ഇറക്കം എന്ന് പറയും. അപ്പോൾ ഒരുപാട് സ്പേസ് ഉള്ള പോലെ തോന്നി നമുക്ക് കടൽ തീരം കാണുമ്പോൾ തന്നെ. ഒരുപാട് കടൽ ഉള്ളോട്ട് വലിഞ്ഞിട്ട് കുറേ സ്പേസ് ഉള്ള പോലെയുണ്ട്. അതുപോലെ തന്നെ കടലിൽ നിന്ന് വന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ കടൽ തീരത്തൊക്കെ അടിഞ്ഞിട്ട് കിടപ്പുണ്ടായിരുന്നു. അതായത് നമ്മുടെ സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിപ്പി, അതുപോലെ ശംഖ്, ചെറിയ ചെറിയ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ മക്കളെല്ലാവരും കൂടി അതൊക്കെ തപ്പി തിരഞ്ഞ് നടക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ഭാഗത്തായി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ആ സ്റ്റാർ ഫിഷാണ് ഈ കാണുന്നത്. അത് ഏട്ടൻ ഇങ്ങനെ കാലുകൊണ്ട് നോക്കിയിട്ട് എടുത്ത് കാണിക്കുന്നതാണ്. മക്കളെ ഇത് സ്റ്റാർ ഫിഷാണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ സംഭവം സ്റ്റാർ ഫിഷാണെന്ന് അറിയാം. ഒരാൾ എടുത്ത് നോക്കുന്നുണ്ട്, പക്ഷെ എന്നാ അറിയില്ല, അതിന് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലാണ്. കാരണം അതിന് ജീവനില്ല എന്ന് തോന്നുന്നു, പക്ഷെ എനിക്കറിയില്ല ജീവൻ ഉണ്ടോയെന്ന്. ജീവനില്ലാത്ത പോലെ കിടക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചെറിയ ആൾ നോക്കിയാട്ടെ ഭയങ്കര സന്തോഷത്തിലാണ്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒരു ആക്രാന്ത രണ്ടാക്കും. പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ 24 ഹവറും നമ്മൾ കടൽ തീരത്ത് പോയിട്ട് അവിടെ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫുഡ് വേണ്ട, TV വേണ്ട, ഫോൺ വേണ്ട. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ കൊണ്ട് വിട്ടാൽ മതി. ആ കടൽ തീരം മൊത്തം അവരങ്ങ് ഇളക്കി മറിച്ചിട്ടുണ്ടാവും. ഒരാൾ കാണുന്നില്ലേ വെള്ളം കാണുമ്പോൾ ഉള്ള കളി. പക്ഷേ എങ്കിൽ തിരമാലയൊക്കെ കുറവായിരുന്നു. വേലി ഇറക്ക സമയമായതുകൊണ്ട് തന്നെ അത്ര ഫോഴ്സിലുള്ള തിരമാലയില്ല. അതുകൊണ്ട് കുറച്ച് പക്ഷെ നമുക്ക് പറയാൻ പറ്റൂല എപ്പോഴാ ഇത് കടൽ പിന്നെ കയറി വരുവാന്ന് പറയാൻ കഴിയില്ല. അതായത് വേലി ഏറ്റം എപ്പോഴാ ഉണ്ടാവുകയെന്നും പറയാൻ പറ്റൂല. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഈ വേലി. കടൽ ഉള്ളോട്ട് വലിഞ്ഞിട്ട് കണ്ടത് ആദ്യമായിട്ടാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരമാണ് പോയത്, അതുകൊണ്ട് സൺസെറ്റ് നല്ല വൃത്തിയിൽ കാണാൻ പറ്റി. അതുപോലെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ചേച്ചീൻ്റെ മോൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാണുന്നില്ലേ ഒരാൾ ഭയങ്കര തുള്ളിച്ചാടി കളിച്ച്. പിന്നെ ആരും മോശമില്ല, അച്ഛനും കണക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു സൺഡേ പോയതുകൊണ്ട് സൺഡേ ഭയങ്കര തിരക്കായിരിക്കും. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു തട്ടുകടകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നല്ലോണം സൺഡേ അടിച്ച് പൊളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്